ഇന്ത്യയുടെ ഹാൻഡ്ലൂം മേഖലയുടെ ചരിത്രം എന്നത് സാമ്രാജ്യത്വത്തോട് പൊരുതി വിജയിച്ച ചരിത്രമാണുള്ളത്. ബ്രിട്ടീഷ് മില്ലുകളിൽ നിർമ്മിച്ച യന്ത്രവൽകൃത വസ്ത്രങ്ങൾക്കെതിരെ നമ്മുടെ ഹാൻഡ്ലൂമിലെ ഓരോ നൂലിഴകളും പ്രതിരോധത്തിന്റെ ഒരു പ്രതീകമായി മാറുകയാണ് ഉണ്ടായത്. നമ്മുടെ ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ ബ്രിട്ടീഷ് സാമ്പത്തിക ആധിപത്യത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി മാറുകയാണ് ഉണ്ടായത്. ഈ ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ ധരിക്കുക എന്നത് അന്നത്തെ ഒരു ഫാഷൻ ഒന്നും ആയിരുന്നില്ല, അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയായിരുന്നു. ഈ ഹാൻഡ്ലൂം മേഖല ഇല്ലാതാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു ടെക്നോളജി മാത്രമല്ല, മറിച്ച് നമ്മുടെ ആധിപത്യത്തോടുള്ള പ്രതിരോധം, നമ്മുടെ ചരിത്രം, നമ്മുടെ സംസ്കാരം, ഇതെല്ലാമാണ് ഇങ്ങനെയുള്ള ഈ ഹാൻഡ്ലൂം മേഖല ഇല്ലാതാവുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇന്ത്യൻ ഹാൻഡ്ലൂം വസ്ത്രങ്ങൾക്ക് 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി നേടുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ പ്രാദേശിക വസ്ത്രങ്ങൾക്ക് ഇതിനോട് മത്സരിക്കാൻ പോലും സാധിക്കാത്ത അത്രമേൽ ജനപ്രിയമായി മാറിയിരുന്നു. ഇപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഇന്ത്യൻ ഹാൻഡ്ലൂം വസ്ത്രങ്ങളെ നിരോധിച്ച ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറാൻ ഇന്ത്യൻ ഹാൻഡ്ലൂം മേഖലയ്ക്ക് അന്ന് കഴിഞ്ഞു. ഹാൻഡ്ലൂം മേഖലയെ അതേപോലെ തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മുടെ സംസ്കാരം എങ്ങനെ സംരക്ഷിക്കുന്നു അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ രാജ്യത്തിൻ്റെ സ്പർശിച്ചറിയാൻ സാധിക്കുന്ന ചരിത്രമാണ് ശരിക്കും ഹാൻഡ്ലൂം മേഖല. അപ്പോൾ ആ ചരിത്രം സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഹാൻഡ്ലൂം മേഖലയെ സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്, അതിനെ സ്നേഹിക്കുന്നവരാണ്. ലക്ഷ്മി സിൽക്സ്, ടി ബി റോഡ്, കോട്ടയം.